നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ SCERT 10 മിനിറ്റ് സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ ചലനം എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങളാണ് 10 മിനിറ്റ് സീരീസിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് SCERTയിലെ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് SCERT കവർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ PSC പള്ളിക്കൂടം എന്ന ചാനൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിത് ക്ലാസ്സിലേക്ക് കടക്കാം. ചലനം എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ചലനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിനെ അവലംബിത വസ്തു എന്നാണ് പറയുക. അപ്പോൾ അവലംബിത വസ്തുവിനെ അപേക്ഷിച്ച് മറ്റൊരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ് എന്ന് നമുക്ക് പറയാം അല്ലേ? ചലിക്കുന്ന വസ്തു അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമെന്ന് നമുക്കറിയാലോ. അപ്പോൾ ചലനം എന്നത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൂരം എന്താണെന്ന് പഠിക്കാം. എന്താണ് ദൂരം? നമ്മൾ സഞ്ചരിച്ച അല്ലെങ്കിൽ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളത്തിനാണ് ദൂരം എന്ന് പറയുന്നത്. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ദൂരം എന്ന് പറയുന്നത്. അതായത് ഇതൊരു വസ്തുവാണെങ്കിൽ ഈ വസ്തു ഇവിടേക്കാണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ സഞ്ചരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റിയൊക്കെ സഞ്ചരിക്കാം അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് വളഞ്ഞ വഴികളിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ എത്തിച്ചേരുക. അപ്പോൾ എങ്ങനെ തന്നെയാണെങ്കിലും ഒരു വസ്തു ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ അത് ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ ആ പാതയുടെയൊക്കെ നീളത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ദൂരം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് സ്ഥാനാന്തരം. അതാണ് ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. PSC പലതവണ ചോദിച്ച ചോദ്യമാണ്. സ്ഥാനാന്തരം എന്ന് വെച്ചാൽ നമുക്ക് ഒരു വസ്തുവിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരത്തിനെയാണ് എന്ത് പറയുക? സ്ഥാനാന്തരം എന്ന് പറയുക. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് വളഞ്ഞ വഴികളിലൂടെ നമുക്കൊരു സ്ഥലത്ത് എത്തിച്ചേരാന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ സഞ്ചരിക്കുന്നതിന് ദൂരം എന്ന് പറയും. എന്നാൽ നമ്മൾ ആ സ്ഥലത്തേക്ക് നേരെ ഒരു രേഖ വരയ്ക്കുകയാണെങ്കിൽ ആ നേർരേഖാ ദൂരത്തിനെയാണ് എന്ത് പറയുന്നത്? സ്ഥാനാന്തരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ. അടുത്തത് സദിശ അളവുകൾ അല്ലേ? സദിശ അളവുകളും PSC നിരന്തരം ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന അളവുകളെയാണ് എന്ത് പറയുന്നത്? സദിശ അളവുകൾ എന്ന് പറയുന്നത്. പരിമാണം എന്ന് വെച്ചാൽ എന്താ? അളവ് അല്ലേ? അപ്പോൾ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു സഞ്ചരിച്ച ദൂരം ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും അളവുകളായിക്കോട്ടെ, അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടെ പറയണം? ദിശ കൂടെ പറയുകയാണെങ്കിൽ അതിനെയാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെയാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. സദിശ അളവുകൾക്ക് ഉദാഹരണമാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം ഇതെല്ലാം സദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. ഏതാണ്? സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം. സ്ഥാനാന്തരം നമ്മൾ പഠിച്ചു അല്ലേ? ഒരു നേർരേഖാ ദൂരത്തിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെന്തുണ്ടായിരിക്കണം? ദിശ ഉണ്ടായിരിക്കണം. പിന്നെ അടുത്തത് വേഗം. വേഗം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരത്തിനെയാണ് എന്ത് പറയുന്നത്? വേഗം എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? വേഗം എന്ന് പറയുന്നത്. എന്നാൽ പ്രവേഗം എന്താണ്? യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച സ്ഥാനാന്തരത്തിനെയാണ് എന്ത് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. മാറിപ്പോയത്. യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടായ സ്ഥാനാന്തരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രവേഗം എന്ന് പറയുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം അല്ലേ? ഇത് യൂണിറ്റ് സമയത്തിൽ അത് എത്ര സഞ്ചരിച്ചു എന്നതിനെയാണ് എന്ത് പറയുക? പ്രവേഗം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ത്വരണം അല്ലേ? ത്വരണവും ഒരു എന്താണ്? സദിശ അളവാണ്. അപ്പോൾ ത്വരണം എന്താണ്? യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗ മാറ്റത്തിനെയാണ് എന്ത് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗ മാറ്റത്തിനെയാണ് ത്വരണം എന്ന് പറയുന്നത്. മാറിപ്പോരുത്. വേഗത യൂണിറ്റ് സമയത്തിലുണ്ടായ ദൂരം, പ്രവേഗം യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം, ത്വരണം യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗ മാറ്റമാണ് ത്വരണം. അടുത്തതായി മനസ്സിലാക്കേണ്ടത് സഞ്ചരിച്ച പാതയല്ലെങ്കിൽ പോലും ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കുള്ള നേർരേഖാ ദൂരത്തിന് നമ്മൾ എന്ത് മാത്രമേ പറയൂ? സ്ഥാനാന്തരം എന്ന് മാത്രമേ പറയൂ അല്ലേ? ആ വസ്തു സഞ്ചരിച്ച ദൂരം വേറെ ആയിരിക്കും,
എങ്കിൽ പോലും നേർരേഖാ ദൂരത്തിന് എന്താണ് പറയുക? സ്ഥാനാന്തരം എന്നാണ് പറയുക. അതായത് ഇവിടെ ഈ വസ്തുവിൽ നിന്ന് ഇവിടേക്കുള്ള സ്ഥാനാന്തരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ നേർരേഖാ ദൂരം മാത്രമേ വരികയുള്ളൂ. ആ വസ്തു നമ്മൾ ഇതിലെ സഞ്ചരിക്കണമെന്നില്ല. അല്ലെങ്കിൽ പോലും ഈ നേർരേഖാ ദൂരത്തിന് മാത്രമേ എന്ത് പറയൂ? സ്ഥാനാന്തരം എന്ന് പറയൂ എന്ന് പഠിച്ചു വെക്കുക. അടുത്തത് അദിശ അളവുകളാണ് അല്ലെ. സദിശ അളവുകൾ നമ്മൾ പഠിച്ചു. പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കുന്നതാണ് സദിശ അളവ്. അദിശ അളവ് എന്താണ്? പരിമാണത്തോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടതല്ലാത്ത അളവുകളെയാണ് അദിശ അളവുകൾ എന്ന് പറയുന്നത്. അതായത് ദിശ വേണ്ടാത്ത അളവുകൾ. ഉദാഹരണം ദൂരം, അതുപോലെ തന്നെ വേഗത. ദൂരം എന്ന് വെച്ചാൽ ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ്. അതിന് നമുക്ക് ദിശയൊന്നും ആവശ്യമില്ല അല്ലെ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. അപ്പോൾ അദിശ അളവുകളാണ് ദൂരവും വേഗതയും എന്ന് ഓർമ്മിച്ചു വെക്കുക. അടുത്തത് നോട്ടിക്കൽ മൈൽ. എന്താണ് നോട്ടിക്കൽ മൈൽ? അതായത് വ്യോമഗതാഗത രംഗത്തും അതുപോലെ തന്നെ സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് നോട്ടിക്കൽ മൈൽ. അപ്പോൾ ഈ ഒരു നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചാൽ 1.852 കിലോമീറ്റർ ആണ്. ഇത് PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചാൽ 1.852 കിലോമീറ്റർ ആണ്. അടുത്തത് നോട്ടാണ്. എന്താണ് നോട്ട്? കപ്പലുകൾ അതുപോലെ തന്നെ വിമാനത്തിൻ്റെയൊക്കെ വേഗത അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ് നോട്ട്. നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചാൽ എന്താണ്? സമുദ്ര ഗതാഗത രംഗത്തും വ്യോമയാന ഗതാഗത രംഗത്തും ഒക്കെ ഉപയോഗിക്കുന്ന ദൂരത്തിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. എന്നാൽ നോട്ട് എന്ന് വെച്ചാൽ കപ്പലിൻ്റെയും അതുപോലെ തന്നെ വിമാനത്തിൻ്റെയും ഒക്കെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് നോട്ട്. അപ്പോൾ ഈ നോട്ട് എന്ന് വെച്ചാൽ മണിക്കൂറിൽ എത്ര നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ചു എന്നതാണ് ഒരു നോട്ട് അല്ലേ. മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച ദൂരത്തിനെയാണ് എന്ത് പറയാം? മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ വേഗത്തിൽ സഞ്ചരിച്ചു, അതിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയാം. മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ ദൂരം സഞ്ചരിച്ച വേഗത്തിനെയാണ് എന്ത് പറയുക? നോട്ട് എന്ന് പറയാം. രണ്ടും മാറിപ്പോകരുത്, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. അടുത്തത് സമവേഗവും അസമവേഗവും. എന്താണ് സമവേഗം? ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിച്ചതെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? സമവേഗം എന്ന് പറയാം. ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ വസ്തു ചലിക്കുമ്പോൾ തുല്യ ഇടവേളകളിൽ അത് തുല്യ ദൂരം, ഒരേ വേഗത്തിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എന്താണ് പറയുക? അതിനെയാണ് സമവേഗം എന്ന് പറയാം. എന്നാൽ അസമവേഗമോ? ഇടവേളകളിൽ തുല്യതയൊന്നുമില്ലാതെ അതിന് തോന്നിയ പോലെയാണ് അത് സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? അസമവേഗം എന്ന് പറയാം. ഒരു ചലനത്തിലുള്ള വസ്തു തുല്യ ഇടവേളകളിൽ ഒരു വസ്തു തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അതിനെ എന്ത് പറയും? അസമവേഗം എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് സ്പീഡോമീറ്റർ ആണ്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? സ്പീഡോമീറ്റർ അല്ലേ. വേഗത എന്ന് വെച്ചാൽ സ്പീഡാണ്. അപ്പോൾ സ്പീഡോമീറ്റർ എന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഒരു വാഹനത്തിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഒരു വസ്തുവിൻ്റെ ചലിക്കുന്ന ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ആ വസ്തുവിൽ നിന്ന് മറ്റേ വസ്തുവിലേക്കുള്ള നേർരേഖാ ദൂരത്തിനെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഈ പാഠഭാഗത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമുക്ക് 10 മിനിറ്റ് സീരീസിലൂടെ പഠിക്കാം. അപ്പോൾ SSCRT 10 മിനിറ്റ് സീരീസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും PSC പള്ളിക്കൂടം എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റും ഒക്കെ എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അടുത്ത SSCRT 10 മിനിറ്റ് സീരീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.